എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 73 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ സിയുവിനെ കൊണ്ട് ക്യൂൻ മേഡുസ അവരുടെ ട്രൈബിലേക്ക് കൊണ്ടുപോയി. അവിടെ ഉള്ളവർക്ക് ഒരു ഹ്യൂമൻ അവിടെ വന്നിട്ട് ചെറിയ ഷോക്കുണ്ട്. അവൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഗ്രീൻ ലോട്ടസ് എടുക്കാൻ വന്ന സമയത്ത് പെൺവേഷം കിട്ടിയപ്പോൾ ഒരു തോടിച്ചല്ലോ അവൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അത് തിരിച്ച് എതിർക്കുകയും ചെയ്യുമ്പോൾ ക്യൂൻ മേഡുസ വഴക്ക് പറഞ്ഞോട്ട് എന്നിട്ട് സിയുവിനെ അകത്തേക്കും വിളിച്ചു. അവിടെ ക്യൂൻ മേഡുസ മറ്റൊരു വേഷത്തിലാണ് ഉള്ളത്. അതുപോലെ 4 ആ പറഞ്ഞ എൽഡേഴ്സും ഉണ്ട്. അവരെല്ലാവരും പീക്ക് ലെവൽ ഡവ് കിങ് ആണ്. കുറച്ചുകൂടി ഒരു ഡവ് എംപററിലേക്ക് എത്താൻ ഇവർ അലൈസ് ആയത് എന്തുകൊണ്ട് നന്നായി എന്ന് മനസ്സിലാണ് വിചാരിക്കുന്നത്. അവർ കാണണം എന്ന് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ എൽഡേഴ്സ് ആണ് കാര്യം പറയുന്നത്. ഒരെണ്ണം ജിയാ മെമ്പറിലെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒന്നാണ് റോയൽ ഫാമിലി. ആ വാറിൽ അവരാണ് മുന്നിൽ നിന്നത്. അപ്പോഴാണ് അവർ വഴി മനസ്സിലായത് അവരെത്ര സ്ട്രോങ് ആയത് യാൻ അലയൻസിന്റെ ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയണം യാൻ അലയൻസിന്റെ യഥാർത്ഥ സ്ട്രെങ്ത്, ഇനി എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ക്യൂൻ മേഡുസ എന്താണ് കാണിക്കുന്നത്, ഇതിനാണ് വിളി ചെയ്യുന്നു പറയുവാണ്. ശിവനപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അവനോട് ഇത് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. അതെന്താണെന്ന് ക്യൂൻ മേഡുസ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ക്യൂൻ മേഡുസയുടെ ഉള്ളിൽ 2 തരം എനർജി ഉണ്ടെന്ന്. ഫാളൻ ഹാർട്ട് ഫ്ലെയിമിൻ്റെയും സാലവിങ് പൈത്തൻ്റെയും അവരുടെ രീതിയിലുള്ള ഒരു സീക്രട്ട് മെത്തേഡ് വഴി അത് മനസ്സിലാക്കി. പറഞ്ഞു വന്ന സാലവിങ് പൈത്തൻ്റെയും അത് മെർജ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ സീക്രട്ട് മെത്തേഡിലൂടെ അല്ല ചെയ്തത്, ഫാളൻ ഹാർട്ട് വഴി ഡയറക്റ്റ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഫാളൻ ഹാർട്ട് അത് സാലവിങ് പൈത്തനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, വീക്കായി വരുവാണ്. അങ്ങനെയെങ്കിൽ 2 വർഷം കൂടി മാത്രമേ ക്യൂൻ മേഡുസ ഉണ്ടാകൂ. അത് കഴിഞ്ഞ് ബോഡി എക്സ്പ്ലോർ ആയിട്ട് മരിക്കും. ശിവയാനി ക്യൂൻ മേഡുസ അത് കേട്ട് ഷോക്കായി പോയി. ക്യൂൻ മേഡുസ ഇത് അറിഞ്ഞിട്ടില്ല. അവനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാനാണ് വിളിച്ചു വരുത്തിയത്. ആ ബാക്കുള്ള ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ ബാക്കി എഴുത്തുകൾ അത് റിമൂവ് ചെയ്യണം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സോൾ സീക്രട്ട് മെത്തേഡ് അതുവഴി മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ, വേറെ ഒരു വഴിയില്ല. അത് 2 സോൾ അത് ഒരുമിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതാണ് അവരുടെ ആ റിച്വൽ രീതിയിൽ ചെയ്യുന്നത്. 3 രീതിയിലാണ് ഉള്ളത്, ഒന്ന് അപ്പർ, മിഡിൽ, ലോവർ. ക്യൂൻ മേഡുസ അവസ്ഥ വെച്ച് അറ്റ്ലീസ്റ്റ് മിഡിലെങ്കിലും വേണം ആ ലെവലിൽ. അതിന് 6th ടയർ പിൽസ് ആയ മാരോ ഡെക്ടുവ പില്ല് എന്ന ഒരു പിൽസാണ് വേണ്ടത്. അതൊരു 6th ഗ്രേഡ് പില്ലാണ്. അത് അവരുടെ കയ്യിലില്ല. അതിനു വേണ്ടിയാണ് മറ്റടുത്ത് ഹെൽപ്പിനായിട്ട് ചോദിച്ചത്. എങ്കിലും അത് വിജയിക്കാനുള്ള ചാൻസ് 50% മാത്രമേ ഉള്ളൂ. സേഫായ വഴി അത് ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഒരിക്കലും കഴിയില്ല. അതിന് വേണ്ടത് അപ്പർ ക്ലാസ് ലെവലിൽ ഉള്ള മെത്തേഡാണ്. അതിന് 7th ഗ്രേഡ് പില്ലായ ഹെവൻലി സോൾ ബ്ലഡിങ് സ്മെൽറ്റിങ് സ്പില്ല്, വലിയൊരു പേരാണ്, അത് വേണം. അങ്ങനെയെങ്കിൽ സമാധാനമായിട്ട് അത് നടത്താൻ കഴിയും. എന്നാൽ ആ പിൽസ് ഉണ്ടാക്കാൻ 3 ഡിഫറൻറ്റ് ഫയർ വേണം. അങ്ങനെയുള്ള ഒരു ആൽക്കമിസ്റ്റ് ഈ ലോകത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നതാണ്. സിയുവിൻ്റെ 3 തരം ഹെവൻലി ഫ്ലെയിം ഉണ്ടെങ്കിൽ 6th ടയർ ആൽക്കമിസ്റ്റാണ്. ക്യൂൻ മേഡുസ അപ്പോൾ അവനോട് ആദ്യം പറഞ്ഞ മാരോ ഡെക്ടുവ പില്ല് അതുണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. അതാണെങ്കിൽ 50% ചാൻസ് എങ്കിലും ഉണ്ടല്ലോ. എന്നാൽ സിയുവിൻ ക്യൂൻ മേഡുസ വെച്ച് റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 2 വർഷം സമയം തന്നാൽ മതി, അതിനുള്ളിൽ ആ 7th ഗ്രേഡ് പില്ല് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് വാക്ക് പറയുവാണ്. അവൻ്റെ വാക്ക് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനൊരു ആ ഹെവൻലി സോൾ ബ്ലഡിങ് മെൽറ്റിങ് സ്പെല്ല് അങ്ങനെ എന്താ സ്പെല്ല് അതിൻ്റെ സ്ക്രോള് അത് കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് എൽഡർ സ്ഥാനം മാറിയതുപോലെ സിയോനെ അതിഥിയെ പോലെ ആക്കി സ്പെഷ്യൽ ഫുഡുണ്ട് നിനക്കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണ്. ക്യൂൻ മേഡുസ അത് കണ്ടൊക്കെ ചിരിക്കുന്നു. അതിനുശേഷം അവനെ പറഞ്ഞു വിടാനായിട്ട് ക്യൂൻ മേഡുസ കൊണ്ടുവരുന്നു. മനസ്സിലാണെങ്കിൽ ഇങ്ങനെയൊന്നും ക്യൂൻ മേഡുസയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നത് അവൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സങ്കടത്തോടെയാണ് വിചാരിക്കുന്നത്. ക്യൂൻ മേഡുസയ്ക്ക് അത് മനസ്സിലായിട്ട് ഞാനെപ്പോഴാണ് അറിഞ്ഞ് എന്ന രീതിയിൽ പറയാൻ നോക്കുന്നത്. ക്യൂൻ മേഡുസയുടെ ആപ്പിൾസ് അതിന് ഉറപ്പായി ഉണ്ടാകും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം. മനസ്സിലാണെങ്കിൽ 2 വർഷം സമയമുണ്ടല്ലോ, അതിനുള്ളിൽ ഉറപ്പായി ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. റൂമിൽ അവൻ ആ സ്ക്രോള് അത് നോക്കിയിട്ട് ആ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് ക്യൂൻ മേഡുസയുടെ ഉള്ളിലാകാൻ കാരണം അവൻ കൂടിയാണ് എന്നൊരു മനസ്സിൽ സങ്കടമുണ്ട്. ഇനിയും വൈകിപ്പിക്കുന്നില്ല. 2 വർഷത്തിനുള്ളിൽ ആ പിൽസ് അതെങ്ങനെ ഉണ്ടാകണം. എന്നാൽ 1 അത് 7th ഗ്രേഡ് പില്ലാണ്, 2 റെയറായ ബ്ലഡ് വേണം, 3 ആ പിൽസ് ശരിയായില്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾ എക്സ്പ്ലോർഡ് ആയിട്ട് മരിക്കും. അതിനു മുൻപ് അവൻ 7th ടയർ ആൽക്കമിസ്റ്റ് ആകുകയും വേണം. ഇപ്പോൾ മുൻപിലുള്ള പ്രശ്നം അതൊരു സൈഡിലോട്ടാകണം എന്ന് തീരുമാനിക്കണം. അത് കഴിഞ്ഞ് ഈ യാൻ അലയൻസിൻ്റെ ഡിഫൻസ് അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് പോയിസൺ സെറ്റ് അവൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സിയോയെ പറയുന്നത് അവർ ആ 2 ഗ്രൂപ്പിനെയും ഇല്ലാതാക്കാൻ വേണ്ടി പോവുകയാണെന്ന്. ആരെ യുണ്ടേനെയും 3 മൂലൻ എൽഡേഴ്സിനെയും. അവർക്കത് കേട്ട് ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം യാൻ അലയൻസിൻ്റെ ലീഡറാണല്ലോ, അത് ഒറ്റയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ക്യൂൻ മേഡുസയും വരുന്നുണ്ട്. സിയോനോട് നീയാണ് യാൻ അലയൻസിൻ്റെ ലീഡർ, നീ സേഫായിട്ടിരിക്കാനാണ് നമ്മൾ നോക്കുന്നത്, അവനൊരു കുഴപ്പം ഉണ്ടായില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് സ്നേക്ക് ട്രൈബിലെ ആൾക്കാർ വന്നു. ക്യൂൻ മേഡുസയുടെ എല്ലാം സെറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് അവരോട് ഹൈബോട്ടൊക്കെ പറയുന്നത് പോലെ ഫോളോ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞോട്ട് സിയോനോട്
ഇഷ്യാൻ കൊടുത്ത ആ ജീഡ് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് ചെയ്യണം. ക്യൂൻ മെഡുസയോട് എന്തൊക്കെ പറയണമെന്നുണ്ട്, എന്നാൽ പറയാൻ പറ്റുന്നില്ല. അവസാനം അവർ റിഫൈൻ ചെയ്യാൻ ഇതൊരു കഴിഞ്ഞില്ല എന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് കുഴപ്പമില്ല സാവധാനം മതി എന്ന് ക്യൂൻ മെഡുസ. അപ്പോൾ ഇഷ്യാൻ്റെ മെസ്സേജ് അതൊരു മാപ്പാണ്, 2 സ്ഥലത്ത് ആയിട്ടാണ് ആ 2 പേര് അല്ലെങ്കിൽ ആ 4 പേര് ഉള്ളത്. യുൻടയാൻ ഒരു സ്ഥലത്ത്, ത്രിമൂലൻ എൽഡേഴ്സ് മറ്റൊരു സ്ഥലത്ത്. ഷിയോനോട് നീ ത്രിമൂലൻ എൽഡേഴ്സിനെ നോക്ക്, എനിക്ക് അവനെ വേണം. അത് കഴിഞ്ഞ് മീറ്റ് ചെയ്യേണ്ട സ്ഥലം അതൊക്കെ തീരുമാനിച്ച് അവർ പോകാനായിട്ട് റെഡിയായി. അതിനുശേഷം രാത്രി യുൻടയാൻ അവിടെ ഒരു കൂത്താട്ടം തന്നെയാണ് നടക്കുന്നത്. പെൺപിള്ളേരായിട്ട് ഡാൻസ് കളിച്ച് നിൽക്കുന്നത്. അങ്ങോട്ട് ക്യൂൻ മെഡുസ വരുന്നുണ്ട്. അവനെ കൊല്ലാൻ എന്നാണ് സോഡ് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെന്തായെന്ന് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് ത്രിമൂലൻ എൽഡേഴ്സിൻ്റെ അവിടെ ഷിയോയൻ വരുവാണ്. അവിടെ മുഴുവൻ സ്ട്രോങ് ആയ ടൈറ്റ് ഗാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഷിയോയൻ എളുപ്പത്തെ അകത്ത് കയറി. അവിടെ ഉള്ളവർക്ക് സംശയമൊന്നും തോന്നില്ല. എങ്കിൽ കൂടി നല്ല ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്, കെയർഫുൾ ആകണം എന്നൊക്കെ തീരുമാനിച്ചാണ് ഷിയോയനും. ആ 3 പേര് നോക്കുമ്പോൾ അവർ പരസ്പരം ചേർന്ന് ട്രെയിനിങ് ചെയ്യുകയും ഹീലിംഗ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അവരിങ്ങനെയാണ് ചെയ്യുന്നത് എന്നവന് മനസ്സിലായി നിൽക്കുമ്പോഴാണ് അതിൽ ടൈഗറിനോട് ഇപ്പോൾ എങ്ങനെയുണ്ട്, കുറച്ചുകൂടി റിക്കവർ ആയതേ ഉള്ളൂ, ഇനിയും വേണം ഷിയോയന്, അവനെ എനിക്ക് കൊല്ലണം, ബാക്കിയുള്ളവർ ജിയാമെമ്പറിന് ഇല്ലാതാക്കാനുള്ള പ്ലാനും ഇടുകയാണ്. അങ്ങനെ നിൽക്കുകയാണ് ഷിയോയൻ ബ്ലേസ്ഡ് ലോട്ടസ് ചേഞ്ച് ചെയ്യുക. അത് സീക്രട്ട് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നേരെ വന്നിട്ട് അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നത്. അവരൊട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തില്ല, എങ്കിലും അവർ ഫൈറ്റും ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് പുറത്തു പോകുന്നെങ്കിൽ ട്രെയിനിങ് ആണെന്ന് കരുതി കാണണം, ആരും വരത്തില്ല. അങ്ങനെ ഓരോരോ സ്കില്ല് ഉപയോഗിച്ച് പരസ്പരം അടിച്ച് അവസാനം ടൈഗറിൻ്റെ കഴുത്തിലും പിടിച്ചെഴുതുന്നു. ലയനാണെങ്കിൽ അവനെ വെറുതെ വിട്ട് നമ്മളൊരു പ്രശ്നത്തിനുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് പിറകിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നിൽക്കണം. മറ്റേ ബീറാണെങ്കിൽ കൂടി ജിയാമെമ്പറിൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടില്ല എന്ന് പറഞ്ഞ് സെറ്റായിട്ട് നിൽക്കുമ്പോൾ സിമ്പിളായിട്ട് ടൈഗറിനെ കൊന്നുകളഞ്ഞ്. അതുകൊണ്ട് അവർ ഞെട്ടിപ്പോയി. അതിൻ്റെ ദേഷ്യത്തിൽ കൂടി അറ്റാക്ക്, അതിൻ്റെ സൗണ്ടും ബഹളമൊക്കെ കേട്ട് പുറത്തുള്ളവർക്ക് കാര്യം മനസ്സിലാക്കിയിട്ട് വരുവാണ്. അവർ വരുന്ന ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് പണി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ ലക്കിയാണ് എന്ന് പറഞ്ഞ് ആ ടെൻറ്റ് അത് മുഴുവനും പൊട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അവനെ ജീവനോടെ കൊന്നു പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുള്ളവരെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടാൾക്കാരാണ് വരുന്നത്. അവൻ അവരുടെ ടെറിട്ടറിയിലായതുകൊണ്ട് തന്നെ പാടുപെടും. എങ്കിൽ കൂടി അവനെ എതിർക്കാനേറ്റി നിൽക്കുന്ന എല്ലാവരെയും കൊന്നുകളയാണ്. എങ്കിലും ഒരുപാട് പേര് വരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഫോറസ്റ്റിനിടയിൽ കൂടി പോകുന്നു അവരെ സ്റ്റോ ആക്കാൻ വേണ്ടി. എന്നാൽ അവരുടെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഷിയോയെ വളരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ അവരെ മാക്സിമം പേരെ അടിച്ചിടുന്നുണ്ട്. അപ്പോഴുണ്ട് മുകളിൽ നിന്ന് അറ്റാക്ക്, അതിൽ നിന്ന് സ്കിപ്പായി രക്ഷപ്പെട്ടു പോകുന്നു. പെട്ടെന്ന് ബിയർ അറ്റാക്ക്, അത് മനസ്സിലാക്കിയിട്ട് തടയുമ്പോൾ ലയൺ വന്ന് അറ്റാക്ക്. 2 പേരെ മാനേജ് ചെയ്യേണ്ടി വരുന്നു. അവർ 2 പേര് ഉപയോഗിച്ച പവർഫുൾ സ്കില്ല്, അതൊരു ക്രോസ്, അത് ഉപയോഗിച്ച് അടിച്ച് ഒരു എക്സ്പ്ലോഷൻ. അങ്ങനെ ഒരുപാട് നേരം ആ ഫൈറ്റ് ഉണ്ട്. അവൻ വീക്കായി വരുവാണ്, ഓടിപ്പോകാൻ സമ്മതിക്കരുത്, അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് പിന്നും അറ്റാക്ക് തുടങ്ങി. അതുകൊണ്ട് തന്നെ പിന്നും പോകേണ്ട അവസ്ഥ തന്നെ. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോൾ ലയണും ബിയറും കൂടി ചേർന്ന ഒരു കമ്പൈൻ ചെയ്ത ഒരു പവർഫുൾ സ്കില്ല് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഷിയോയൻ്റെ പിന്നാലെ ഒരുപാട് പേര് വരുന്നു. അവരെ സൈഡാക്കിയ സമയത്ത് റൂളർ വെച്ച് ബ്രേക്ക് ചെയ്യാൻ നോക്കി. എന്നാൽ ഒരുത്തൻ തടഞ്ഞു. അതുപോലെ അവനെ അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നു. ആ സ്കില്ല് അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ പല രീതിയിൽ നിന്നും അറ്റാക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവന് അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. 2 പേരുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതവന് മനസ്സിലായി. വേറെ വഴിയില്ല, ബുദ്ധ ലോട്ടസ് ഉപയോഗിച്ച് എന്നെ എതിർക്കാൻ വരുന്ന എല്ലാവരെയും കൊന്നു കളയാം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് തുടങ്ങി. അവരെല്ലാവരും അവൻ്റെ ചുറ്റുമായിട്ട് വളരെ ഓരോ സ്കില്ല് ഉപയോഗിച്ച് അറ്റാക്ക്, അത് അവൻ്റെ അടുത്ത് എത്താറായി. ചുറ്റിനുമായിട്ട് വളരെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് അവൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ക്യൂൻ മെഡുസ വന്നിട്ട് അതും എല്ലാം സിമ്പിളായിട്ട് തടഞ്ഞു. ഒരു ഡൗസാണല്ലോ, അവരെല്ലാവരെയും തീർപ്പിച്ചു. അവർക്കാണെങ്കിൽ ഷോക്ക്. ഷിയോനോട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുകയാണ്, ഞാൻ നോക്കിക്കോളാം. അവൻ ഓക്കെ എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് കാണാം എന്ന് പറയുമ്പോൾ ഷിയോൻ്റെ വായിലെ ബ്ലഡ് അത് കണ്ടിട്ട് ഇതിന് ഞാൻ പകരം വീട്ടിരിക്കുക എന്ന് പറയുകയാണ്. ഷിയോനെ പോയി ഇനി വെറുതെ വിടുമെന്ന് തോന്നില്ല. അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പിനെ വിട്ട് ആ 4 പേരെ ഒറ്റ സെക്കൻഡിൽ ഇല്ലാതാക്കി. അത് കണ്ടപാടെ ഓടിക്കൂടാ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഓടി. എന്നാൽ ക്യൂൻ മെഡുസയുടെ മുന്നിൽ അവരെല്ലാവരും ഓടിയിട്ട് ഒരു കാര്യമില്ല, എല്ലാവരും ഡെഡായി. അവസാനം 2 പേരെ അടിച്ച് തറയിടുമ്പോൾ അവർ പരസ്പരം ചേർന്ന ഒരു സ്കില്ല് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് വിടുമ്പോൾ സാലയും പൈത്തൺ വെച്ച് തന്നെ അടിച്ചിട്ടു. കാട്ടുകൂടി 2 വഴിക്കായിട്ട് അവർ ഓടാനായിട്ട് തുടങ്ങി. എന്നാൽ ക്യൂൻ മെഡുസ ബിയറിൻ്റെ അടുത്ത് നിന്നിട്ട് അവനെ കൊന്നുകളഞ്ഞു. ആ റിങ് അത് കൊടുത്തു. ലയണിൻ്റെ അടുത്ത് നിന്നിട്ട് ലയണിനെയും കൊന്നുകളഞ്ഞു. എന്നീ ഇതിലൂടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അയാളുടെ ആ റിങ് എടുത്തു. ബഞ്ച് ഓഫ് ലൂസേഴ്സ് എന്ന് ക്യൂൻ മെഡുസ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.